നോമ്പുകാലം തുടങ്ങുകയാണ്. മാനസാന്തരമാണ് നോമ്പിന്റെ ചൈതന്യം. ആർക്കാണ് മാനസാന്തരം ആവശ്യമുള്ളത്? ആർക്കാണ് മാനസാന്തരം ആവശ്യമില്ലാത്തത്? മറുചോദ്യവും പ്രസക്തമല്ലേ. 2026 നോമ്പുകാലത്തിന് മുന്നോടിയായി ലിയോ മാർപ്പാപ്പ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു സന്ദേശം പുറത്തിറക്കിയിട്ടുണ്ട്. മാർപ്പാപ്പ പറയും, 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ നോമ്പുകാലത്ത്: ലിസണിങ്, ഫാസ്റ്റിംഗ്. ഒന്നാമത്തേത് കേൾവിയാണ്, ശ്രദ്ധയാണ്. തിരുവചനം ശ്രദ്ധാപൂർവം കേൾക്കുന്നത്, ക്രിസ്തുവിനെ ശ്രദ്ധിക്കുന്നത് ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് ഉപവാസമാണ്. ഭക്ഷണ സാധനങ്ങളെ ഒഴിവാക്കുന്നത് മാത്രമല്ല, നമ്മുടെ ആഗ്രഹങ്ങളെ, ഇച്ഛകളെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഉപവാസം ആവശ്യമാണ് എന്ന് മാർപ്പാപ്പ പറയും. കഠിന വാക്കുകൾ, വിധിവാക്യങ്ങൾ അവയെല്ലാം ഉപേക്ഷിക്കണമെന്നും അത് ഈ നോമ്പുകാലത്തിന്റെ ഉപവാസ ഭാഗമാക്കണമെന്നും മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നോമ്പുകാലം തുടങ്ങുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, എങ്ങനെയാണ് നമുക്കതിനൊന്ന് ഒരുങ്ങാൻ പറ്റുന്നത്. മുൻ വർഷങ്ങളിലൊക്കെ എല്ലാ ദിവസവും ധ്യാന വിചാരങ്ങൾ നൽകി ഒരുമിച്ച് നടക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. കുറെ ആളുകളെങ്കിലും അത് കേൾക്കുകയും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു. വാസ്തവത്തില് നമുക്ക് മാറ്റമുണ്ടാക്കുന്നത് ശ്രവിക്കുമ്പോൾ മാത്രമല്ല, അതിനുശേഷം അത് നമ്മുടെ ധ്യാന വിഷയമായി മാറണം. നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന തരം കേൾവിയും ശ്രദ്ധയും ചിന്തയുമാണ് നമുക്ക് ആവശ്യം. ഈ പ്രാവശ്യം നോമ്പുകാലത്തില് ആത്മീയ വിചാരങ്ങളെ മറ്റൊരു തരത്തിൽ നിങ്ങളുമായി സംവദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിപ്രകാരമാണ്. 7 ആഴ്ചകളാണ് നോമ്പിനുള്ളത്. എല്ലാ ആഴ്ചയും ആദ്യത്തെ ദിവസം ഞാനൊരു ധ്യാന വിചാരം പങ്കിടും. അത് ആ ആഴ്ച പിന്തുടരേണ്ട ചില കാര്യങ്ങളെ, ചെയ്യേണ്ട ചില കാര്യങ്ങളെ, ചിന്തിക്കേണ്ട ചില കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാവും. അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ 7 ആഴ്ചകൾ കഴിഞ്ഞ് ഈസ്റ്ററിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ അല്പം കൂടി വ്യത്യാസം, നമ്മൾ കാര്യങ്ങളെ കാണുന്ന രീതിയിൽ അല്പം കൂടി വ്യത്യാസം ഒക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നോമ്പിന്റെ 1ാമത്തെ ആഴ്ചയാണ് ഇത്. ഈ ആഴ്ച നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്ന ഒരു ധ്യാന വിചാരം ഇങ്ങനെയാണ്. അത് നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷത്തെ രൂപപ്പെടുത്തുന്നതിനെ കുറിച്ചാണ്. മാതൃഭൂമി ലിറ്റററി ഫെസ്റ്റിവൽ കഴിഞ്ഞ ആഴ്ചകളിലാണ് നടന്നത്. അതിലെ ആളുകളുടെ സംസാരങ്ങൾ, വിഷയങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. സിനിമാ സംവിധായകനായ സത്യൻ അന്തിക്കാട് മരിച്ചുപോയ തന്റെ പ്രിയ സുഹൃത്ത് ശ്രീനിവാസനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം നിങ്ങളിൽ പലരും കേട്ടിരിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ഒന്ന് പങ്കുവയ്ക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് സന്ദേശം എന്ന സിനിമ തയ്യാറാകുന്ന സമയമാണ്. ശ്രീനിവാസനാണ് തിരക്കഥ എഴുതിയത്, അതിൽ അഭിനയിക്കുന്നുമുണ്ട്. അന്നത്തെ നിർമ്മിതാവ് ശ്രീനിവാസനെ കാണാനായിട്ട് വരുമ്പോൾ സത്യനന്ദിക്കാടിനെ വഴിയിൽ വെച്ച് കാണുന്നു. എത്ര രൂപ പ്രതിഫലമായി ശ്രീനിവാസന് കൊടുക്കണം? സത്യനന്ദിക്കാട് പറയും, നേരിട്ട് ചോദിക്കുക. അദ്ദേഹം അത് തുറന്ന് പറയുന്ന ആളാണ്. നിർമ്മാതാവ് പോയി തിരിച്ചു സന്തോഷത്തോടെ വന്നു. അതിനുശേഷം സത്യനന്ദിക്കാട് ശ്രീനിവാസനെ കാണുമ്പോൾ ചോദിക്കുന്നു, എത്ര രൂപയാണ് താങ്കൾ പ്രതിഫലമായി വാങ്ങിയത്? ശ്രീനിവാസൻ പറഞ്ഞു, 80,000 രൂപ. ആ കാലത്തെ തുകയാണത്, അന്നൊരു വലിയ തുകയാണ്. സത്യനന്ദിക്കാട് പറയുന്നത് ആ സമയത്ത് ശ്രീനിവാസന് ലഭിക്കേണ്ട ഒരു ചെറിയ തുകയാണ്. കാരണം അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. അന്നത്തെ പ്രശസ്തരായ തിരക്കഥാകൃത്തുക്കള് 1-2 പേരൊക്കെ വാങ്ങുന്നത് 2 ലക്ഷം 3 ലക്ഷം രൂപയൊക്കെയാണ്. കുറച്ചുകൂടി ചോദിക്കാമായിരുന്നു എന്ന് അന്തിക്കാട് പറയുമ്പോൾ ശ്രീനിവാസൻ പറയുന്ന മറുപടി എങ്ങനെയാണ്, നിങ്ങൾ വിചാരിക്കുന്ന കാര്യം എനിക്ക് മനസ്സിലാവും, മറ്റുള്ളവരൊക്കെ അത്രയും വാങ്ങുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വാങ്ങാമായിരുന്നല്ലോ എന്ന് താങ്കൾ ചിന്തിക്കും. എന്നാൽ എൻ്റെ അധ്വാനത്തിനുള്ള പ്രതിഫലം അത് മതി എന്ന് ഞാൻ തീരുമാനിക്കും. എനിക്ക് സന്തോഷമാണ്. അത് കേട്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു, എന്തൊരു ആത്മീയ വെളിച്ചമുള്ള ഒരു കാഴ്ചപ്പാടാണത്. മറ്റുള്ളവരുമായിട്ടുള്ള താരതമ്യപ്പെടുത്തലുകളൊന്നുമില്ല. ഇതിനുള്ള പ്രതിഫലം ഇത് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ എനിക്ക് സന്തോഷമാണ്. മറ്റുള്ളവരെ കുറിച്ചോ മറ്റുള്ളവരുടെ പ്രതിഫലങ്ങളെ കുറിച്ചോ എനിക്ക് ആലോചനയില്ല. തൃപ്തമായിട്ട് കാര്യങ്ങളെ കാണുന്നു, കൈകാര്യം ചെയ്യുന്നു. നോമ്പിന്റെ 1ാമത്തെ ആഴ്ച ഇതിനോട് ചേർന്ന വിചാരങ്ങൾ നമുക്കുണ്ടാവട്ടെ. നാം സാധനങ്ങൾ വാങ്ങുന്നു,
നമുക്ക് ആവശ്യമുള്ളതാണോ? നാം പല കാര്യങ്ങളും നമ്മുടെ സ്വന്തമാക്കാനായിട്ട് അന്വേഷിക്കുന്നു. നമുക്ക് അത്യാവശ്യമുള്ളതാണോ? പലപ്പോഴും നമ്മുടെ വീടുകളിലോ നമ്മുടെ മുറിയിലോ ഒക്കെ നോക്കുമ്പോൾ അതിൽ കാണുന്ന മിക്ക കാര്യങ്ങളും നമുക്ക് അത്യാവശ്യമുള്ളതല്ല എന്ന് നമുക്ക് മനസ്സിലാവും. മിനിമലിസം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ കുറിച്ചൊക്കെ നിങ്ങൾ കേൾക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അനാവശ്യമായ വസ്തുക്കളെല്ലാം നമുക്ക് ഭാരമാണ്. ഒന്നാമത്തെ കാര്യം, നോമ്പിനോട് ചേർന്ന് ചിന്തിക്കുക. ഞാൻ വാങ്ങുന്ന സാധനങ്ങൾ, വസ്തുവകകളൊക്കെ എനിക്ക് ഉപകാരമുള്ളതാണോ? അത് ആത്യന്തികമായി എന്നെ സന്തോഷിപ്പിക്കുന്നതാണ്. ഈ സാധനങ്ങൾ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഈ ചിന്ത ആവശ്യമാണ്. അധികാരം തേടുന്ന ഒരാൾ, ചെറിയ അധികാരം കിട്ടുന്നു, ചെറിയ സ്ഥാനം കിട്ടുന്നു, പിന്നെയും പിന്നെയും അധികാര സ്ഥാനങ്ങൾ വേണം. എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടിയാൽ അതിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് സാധിക്കുന്നില്ല. ഈശോ പരസ്യജീവിതമൊക്കെ ആരംഭിക്കുന്ന സമയത്ത് ഈശോയുടെ ബന്ധുക്കള്, പ്രിയപ്പെട്ടവര്, സഹോദരന്മാരൊക്കെ ഈശോയോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ ചെറിയ ഒരു സ്ഥലത്ത് ആരും അറിയാതെ കാര്യങ്ങൾ ചെയ്താൽ പോരാ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലാണ്, നീ പുറത്തേക്ക് ഇറങ്ങുക, നിന്റെ അത്ഭുതങ്ങൾ ആളുകളെ കാണിക്കുക, അവരെല്ലാം നിന്നെ സ്വീകരിക്കട്ടെ. ഈശോ അപ്പോഴും സ്വീകരിക്കുന്ന നയം എന്താണ്? അത്ഭുതങ്ങളൊക്കെ കാണിച്ച് ആളുകളെ, ആൾക്കൂട്ടത്തെ ആകർഷിക്കാമെന്നല്ല. ഇപ്പോൾ ഇതാണ് പിതാവിന്റെ പദ്ധതി, അതിലാണ് തൃപ്തി. കൂടുതൽ തേടുന്നില്ല. പിതാവ് എന്താഗ്രഹിക്കുന്നോ അത് മാത്രമേ ഈശോ ചെയ്യുന്നുള്ളൂ, പുത്രൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ച് സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്തു പോകുന്ന ഈശോ. അധികാരം തേടുമ്പോഴൊക്കെ നമ്മൾ അന്വേഷിക്കണം, ഇത്രയൊക്കെ അധികാരം ആവശ്യമുണ്ടോ? സ്നേഹം അതുപോലെ തന്നെയല്ലേ? സ്നേഹിക്കുന്നത് മതിയാവുന്നില്ല, എന്നെ പരിഗണിക്കുന്നില്ല, എന്നെ കുറിച്ച് നല്ലത് പറയുന്നില്ല. സ്നേഹം, എനിക്ക് ഇത്രയും സ്നേഹം മതി എന്ന് തീരുമാനിച്ചാൽ പിന്നെ പരാതികളുടെ അടിസ്ഥാനമില്ല. അങ്ങനെ ജീവിതത്തിന്റെ ഓരോ പ്രായോഗിക മേഖലകളെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് കുറച്ചുകൂടി ആത്മീയ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ നോക്കാൻ സാധിച്ചാൽ കുറച്ചുകൂടി തൃപ്തിയോടെയും സന്തോഷത്തോടെയും നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ ആവശ്യമുണ്ടോ നമുക്ക്? പല കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന് മാറ്റിയാലും അതൊന്നും നമ്മുടെ ജീവിതത്തിന്റെ മൂല്യത്തെ കുറയ്ക്കാനായിട്ട് സാധ്യതയില്ല. നോമ്പുകാലത്തിന്റെ 1-ാമത്തെ ആഴ്ച ഈ ചിന്തയെ നിങ്ങളുടെ പ്രായോഗികമായ വിചിന്തനങ്ങൾക്ക് വേണ്ടി ഞാൻ വിടുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രായോഗിക മേഖലകളെ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഏതെല്ലാം മേഖലകളിൽ, എന്തെല്ലാം കാര്യങ്ങളിലാണ് ഇത് മതി എന്ന് വയ്ക്കാനായിട്ട് പറ്റുന്നത്, ചില കാര്യങ്ങളെ വേണ്ട എന്ന് വയ്ക്കാനായിട്ട് പറ്റുന്നത്. അങ്ങനെ അടുത്ത ഒരു നോമ്പിന്റെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈശോയുടെ വചനത്തിന് ചേരുന്ന മനുഷ്യരായി അല്പം കൂടി മുൻപോട്ട് നടക്കാൻ നമുക്ക് സാധിക്കും. ആത്മീയ കൃപകളുള്ള നോമ്പിന്റെ ഒരാഴ്ച ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു.